അപ്പോൾ ഇന്ന് ഞാൻ ഗസ്റ്റിനെ എടുക്കാൻ വേണ്ടി വന്നതാട്ടെ. എൻ്റെ ഗസ്റ്റ് താമസിക്കുന്നത് ഈ പാലത്തിനക്കരെയുള്ള ടീവാലി എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ്. ഈ പാലത്തിൽ ഒരു ബാർ വെച്ചേക്കുന്നുണ്ട്. ഈ ബാറിന് താഴെ വലിപ്പൊക്കമുള്ള വണ്ടി മാത്രമേ ഇതിലേ കൂടെ കടന്നു പോകുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വാഹനം എന്തേ കിടക്കുന്നു, നമ്മുടെ വാഹനത്തിന് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ ആ വഴി ഒരാൾ നടന്നു പോകുന്നുണ്ട്, ആ വഴി കൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങി വേണം പോകാൻ. പക്ഷേ ഇവിടെയുള്ള ഹോട്ടലുകാരെല്ലാം ജീപ്പ് സർവീസ് കൊടുക്കുന്നുണ്ട്. ഇതാണ് പഴയ ഹെഡ് വെസ്റ്റ് ഡാം. ഇതൊരു ഡാമാണ് സംഭവം, കണ്ടോ? ഈ ഡാമിലൂടെ ചെറിയ ചെറിയ വാഹനങ്ങൾ പോകുന്നു. പുതിയൊരു പാലം അവിടെ പണിയുന്നുണ്ട്. ഇതൊരു പഴയ ഡാമാണ്. ഇത് KSEBയുടെ ഉടമസ്ഥതയിലുള്ളൊരു ഡാമാണ്. ഒരു തേൻ കൂടിരിക്കുന്നതുണ്ടോ ഉണ്ടോ? ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. രാമസ്വാമി അയ്യർ, ഹെഡ് വർക്കേഴ്സ്. ഒരുപാട് തേൻകൂടുകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്ന കാണാനൊക്കെ ഭയങ്കര രസമാണ്. മോളിൽ തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായൊരു പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. മെയിൻ ടാങ്ക് എന്നൊക്കെ എഴുതിയിട്ട് അവിടെ വേറൊരു സംഭവമുണ്ട്. ഇതാണ് ഡാമിൻ്റെ കീഴ്ഭാഗം. ഇതിലേതോ ഒരു ഡാം, ഏതോ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതുണ്ട്, ചെറുതായിട്ട് തുറന്നിട്ടേ ഉള്ളൂ. തുറന്നതാണോ ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ലീക്കായി പോകണമാണോ ഒന്നും അറിയില്ല. എന്തായാലും വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഇവിടുന്ന് നേരെ തേക്കടിക്കാണ് പോകുന്നത്. ഗ്യാപ്പ് റോഡിലാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാലൊക്കെ വയ്യാതിരുന്നുകൊണ്ടാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി താമസിച്ചത്. അപ്പോൾ കാലൊക്കെ ഏകദേശം സുഖമായി വരുന്നു. എന്നാലും വീട്ടിലിരുന്നാൽ പട്ടിണി മാറില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണ്. അതും നമ്മുടെ പുതിയ ടെമ്പോ ട്രാവലറുമായിട്ട്. അപ്പോൾ പോകും വഴിക്കുള്ള വീഡിയോകൾ വീണ്ടും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.